ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ സഭാപ്രസംഗകൻ 4-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷനോട് കൂടിയ 50 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് 7/3/2026 ശനിയാഴ്ച രാത്രി 9 മുതൽ 9:30 വരെ നടത്തുന്നതാണ്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരേണ്ടതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. സഭാപ്രസംഗകൻ അധ്യായം 4-ൽ ആകെ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 16, ബി 18, സി 22, ഡി 26. ഉത്തരം എ 16. ചോദ്യം 2. സൂര്യന് കീഴിലുള്ള എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചത് ആര്? എ രാജാവ്, ബി സഭാപ്രസംഗകൻ, സി ദരിദ്രൻ, ഡി ജ്ഞാനി. ഉത്തരം ബി സഭാപ്രസംഗകൻ. ചോദ്യം 3. സഭാപ്രസംഗകൻ എന്തിന് കീഴിലുള്ള മർദ്ദനങ്ങളാണ് വീക്ഷിച്ചത്? എ ആകാശത്തിന്, ബി ഭൂമിക്ക്, സി സൂര്യന്, ഡി ദൈവത്തിന്. ഉത്തരം സി സൂര്യന്. ചോദ്യം 4 പൂരിപ്പിക്കുക. സഭാപ്രസംഗകൻ 4:1 അനുസരിച്ച് വീണ്ടും ഞാൻ സൂര്യന് ഡാഷ് എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു. എ മുകളിലുള്ള, ബി താഴെയുള്ള, സി ചുറ്റുമുള്ള, ഡി കീഴെയുള്ള. ഉത്തരം ഡി കീഴെയുള്ള. ചോദ്യം 5 സൂര്യന് കീഴിൽ നടക്കുന്ന എന്തിനെക്കുറിച്ചാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ ആഘോഷങ്ങൾ, ബി കൃഷി, സി യുദ്ധങ്ങൾ, ഡി എല്ലാ മർദ്ദനങ്ങളും. ഉത്തരം ഡി എല്ലാ മർദ്ദനങ്ങളും. ചോദ്യം 6 ആരുടെ കണ്ണീരാണ് താൻ കണ്ടത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നു? എ പാവപ്പെട്ടവരുടെ, ബി രോഗികളുടെ, സി മർദ്ദിതരുടെ, ഡി കുട്ടികളുടെ. ഉത്തരം സി മർദ്ദിതരുടെ. ചോദ്യം 7 ആരെ ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല? എ മർദ്ദകരെ, ബി മർദ്ദിതരെ, സി രാജാവിനെ, ഡി ഭോഷനെ. ഉത്തരം ബി മർദ്ദിതരെ. ചോദ്യം 8 ആർക്കാണ് ശക്തിയുണ്ടായിരുന്നത് എന്ന് സഭാപ്രസംഗകൻ നിരീക്ഷിക്കുന്നു? എ മർദ്ദകർക്ക്, ബി മർദ്ദിതർക്ക്, സി ദരിദ്രർക്ക്, ഡി ഭോഷന്. ഉത്തരം എ മർദ്ദകർക്ക്. ചോദ്യം 9 മർദ്ദകർക്കെതിരെ ആരും എന്തു ചെയ്യാൻ ഉണ്ടായിരുന്നില്ല? എ യുദ്ധം ചെയ്യാൻ, ബി ചോദ്യം ചെയ്യാൻ, സി പ്രതികാരം ചെയ്യാൻ, ഡി സമരം ചെയ്യാൻ. ഉത്തരം സി പ്രതികാരം ചെയ്യാൻ. ചോദ്യം 10 ആരെക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചു പോയവർ എന്ന് സഭാപ്രസംഗകൻ വിചാരിച്ചു? എ ജീവിച്ചിരിക്കുന്നവരേക്കാൾ, ബി ജ്ഞാനികളേക്കാൾ, സി ധനികരേക്കാൾ, ഡി രാജാക്കന്മാരേക്കാൾ. ഉത്തരം എ ജീവിച്ചിരിക്കുന്നവരേക്കാൾ. ചോദ്യം 11 ജീവിച്ചിരിക്കുന്നവരേക്കാൾ മരിച്ചു പോയവർ എങ്ങനെ എന്ന് സഭാപ്രസംഗകൻ കരുതുന്നു? എ വിശുദ്ധർ, ബി സന്തോഷമുള്ളവർ, സി ഭാഗ്യവാന്മാർ, ഡി പ്രവാചകർ. ഉത്തരം സി ഭാഗ്യവാന്മാർ. ചോദ്യം 12 മരിച്ചവരേക്കാളും ജീവിച്ചിരിക്കുന്നവരേക്കാളും ഭാഗ്യവാൻ ആര്? എ രാജാക്കന്മാർ, ബി ബുദ്ധിമാന്മാർ, സി ഇനിയും ജനിച്ചിട്ടില്ലാത്തവർ, ഡി വൃദ്ധന്മാർ. ഉത്തരം സി ഇനിയും ജനിച്ചിട്ടില്ലാത്തവർ. ചോദ്യം 13 ഇനിയും ജനിച്ചിട്ടില്ലാത്തവർ ഭാഗ്യവാന്മാരാകാൻ കാരണമെന്ത്? എ അധ്വാനമില്ലാത്തതിനാൽ, ബി സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തതിനാൽ, സി സ്വർഗത്തിലായതിനാൽ, ഡി ദാരിദ്ര്യമില്ലാത്തതിനാൽ. ഉത്തരം ബി സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തതിനാൽ. ചോദ്യം 14 സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കാണാത്തതുകൊണ്ട് ഭാഗ്യവാന്മാർ ആരെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ കുട്ടികൾ, ബി വിശുദ്ധർ, സി മരിച്ചവർ, ഡി ജനിച്ചിട്ടില്ലാത്തവർ. ഉത്തരം
ഡി ഇനിയും ജനിച്ചിട്ടില്ലാത്തവർ. ചോദ്യം 15. ജനിച്ചിട്ടില്ലാത്തവർ സൂര്യന് കീഴെ നടക്കുന്ന എന്ത് കണ്ടിട്ടില്ലാത്തവരാണ്? എ യുദ്ധങ്ങൾ, ബി അധ്വാനം, സി തിന്മകൾ, ഡി മരണം. ഉത്തരം സി തിന്മകൾ. ചോദ്യം 16. മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണ് എന്ന് സഭാപ്രസംഗകൻ ഗ്രഹിച്ചത് എന്തിനെയാണ്? എ എല്ലാ അധ്വാനവും വൈദഗ്ധ്യവും, ബി യുദ്ധങ്ങളെ, സി കുടുംബ കലഹത്തെ, ഡി ദാരിദ്ര്യത്തെ. ഉത്തരം ബി എ എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും. ചോദ്യം 17. എല്ലാ അധ്വാനവും വൈദഗ്ധ്യവും സ്പർദ്ധയുടെ ഫലമാണെന്ന് പറയുന്ന സഭാപ്രസംഗകൻ ഇതിനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? എ മഹത്തരമായത്, ബി മിഥ്യയും പാഴ്വേലയും, സി അനിവാര്യമായത്, ഡി നല്ല പ്രതിഫലം. ഉത്തരം ബി മിഥ്യയും പാഴ്വേലയും. ചോദ്യം 18. ഇതും മിഥ്യയും പാഴ്വേലയുമാണ് എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ ദാനധർമ്മം, ബി പ്രാർത്ഥന, സി പരസ്പര സ്പർദ്ധയുടെ ഫലമായ അധ്വാനം, ഡി മരണം. ഉത്തരം സി പരസ്പര സ്പർദ്ധയുടെ ഫലമായ അധ്വാനം. ചോദ്യം 19. കയ്യും കെട്ടിയിരുന്ന് സ്വയം ക്ഷയിക്കുന്നത് ആര്? എ ജ്ഞാനി, ബി ദരിദ്രൻ, സി രാജാവ്, ഡി ഭോഷൻ. ഉത്തരം ഡി ഭോഷൻ. ചോദ്യം 20. ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമം എന്ത്? എ വലിയ ധനം, ബി ഒരു പിടി സ്വസ്ഥത, സി രാജപദവി, ഡി പ്രശസ്തി. ഉത്തരം ബി ഒരു പിടി സ്വസ്ഥത. ചോദ്യം 21. സഭാപ്രസംഗകൻ വീണ്ടും മിഥ്യ കണ്ടത് എവിടെയാണ്? എ സഭയിൽ, ബി സൂര്യന് കീഴെ, സി കൊട്ടാരത്തിൽ, ഡി മരുഭൂമിയിൽ. ഉത്തരം ബി സൂര്യന് കീഴെ. ചോദ്യം 22. ആർക്കാണ് അധ്വാനത്തിന് അറുതിയില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? എ കർഷകന്, ബി പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവന്, സി അടിമയ്ക്ക്, ഡി പണിക്കാരന്. ഉത്തരം ബി പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും. ചോദ്യം 23. പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും എത്രയായാലും മതി വരാത്തത് എന്താണ്? എ ആഹാരം, ബി വസ്ത്രം, സി ധനം, ഡി ഉറക്കം. ഉത്തരം സി ധനം. ചോദ്യം 24. ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് ആര് ചിന്തിക്കുന്നില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ ധനവാനായ മനുഷ്യൻ, ബി ജ്ഞാനിയായ മനുഷ്യൻ, സി പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും, ഡി രാജാവ്. ഉത്തരം സി പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും. ചോദ്യം 25. ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് ചിന്തിക്കാത്തവരെക്കുറിച്ച് സഭാപ്രസംഗകൻ പറയുന്നത് എന്ത്? എ അങ്ങനെ ചെയ്യുന്നവൻ ജ്ഞാനിയാണ്, ബി അവൻ്റെ പരിശ്രമം എല്ലായ്പ്പോഴും അനുഗ്രഹീതമാണ്, സി ഇതും മിഥ്യയും പരിതാപകരവുമാണ്, ഡി അങ്ങനെ ചെയ്യുന്നവൻ സമൂഹത്തിന് മാതൃകയാണ്. ഉത്തരം സി ഇതും മിഥ്യയും പരിതാപകരവുമാണ്. ചോദ്യം 26. രണ്ടുപേർ ആരെക്കാൾ മെച്ചമെന്നാണ് സഭാപ്രസംഗകൻ 4:9 പറയുന്നത്? എ 3 പേരേക്കാൾ, ബി ഒരാളേക്കാൾ, സി 100 പേരേക്കാൾ, ഡി ആരെക്കാളും. ഉത്തരം ബി ഒരാളേക്കാൾ. ചോദ്യം 27. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ് എന്ന് പറയാൻ കാരണമെന്ത്? എ ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും, ബി അവർ ഒരിക്കലും പ്രശ്നങ്ങൾ നേരിടുകയില്ല, സി അവർക്ക് ധനം സ്വയം വർദ്ധിച്ചുകൊണ്ടിരിക്കും, ഡി അവർക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല. ഉത്തരം എ ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും.
ചോദ്യം 28. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ എന്തു ചെയ്യാൻ ആരുമില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ. കല്ലെറിയാൻ, ബി. നോക്കി നിൽക്കാൻ, സി. താങ്ങാൻ ആരുമില്ല, ഡി. ആഹാരം നൽകാൻ. ഉത്തരം സി. താങ്ങാൻ ആരുമില്ല. ചോദ്യം 29. ആരുടെ കാര്യമാണ് കഷ്ടം എന്ന് സഭാപ്രസംഗകൻ പറയുന്നു? എ. രാജാവിൻ്റെ, ബി. ഭോഷൻ്റെ, സി. ഒറ്റയ്ക്കായിരിക്കുന്നവൻ്റെ, ഡി. പണിക്കാരൻ്റെ. ഉത്തരം സി. ഒറ്റയ്ക്കായിരിക്കുന്നവൻ്റെ. ചോദ്യം 30. രണ്ടുപേർ എങ്ങനെ കിടന്നാലാണ് അവർക്ക് ചൂട് ലഭിക്കുക? എ. വെവ്വേറെ, ബി. ഒരുമിച്ച്, സി. നിലത്ത്, ഡി. കട്ടിലിൽ. ഉത്തരം ബി. ഒരുമിച്ച്. ചോദ്യം 31. രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ ചൂട് കിട്ടും എന്ന് പറഞ്ഞ ശേഷം ചോദിക്കുന്ന ചോദ്യം എന്ത്? എ. ആഹാരം എവിടെ, ബി. തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും, സി. രാജാവ് എവിടെ, ഡി. ഉറക്കം എപ്പോൾ. ഉത്തരം ബി. തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും. ചോദ്യം 32. ആരെയാണ് കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം എന്ന് സഭാപ്രസംഗകൻ 4:12 പറയുന്നത്? എ. ശത്രുവിനെ, ബി. ഒറ്റയ്ക്കായിരിക്കുന്നവനെ, സി. ജ്ഞാനിയെ, ഡി. ധനികനെ. ഉത്തരം ബി. ഒറ്റയ്ക്കായിരിക്കുന്നവനെ. ചോദ്യം 33. ഒറ്റയ്ക്കായിരിക്കുന്നവനെ എന്ത് ചെയ്യാൻ സാധിച്ചേക്കാം? എ. സഹായിക്കാൻ, ബി. സന്തോഷിപ്പിക്കാൻ, സി. മോചിപ്പിക്കാൻ, ഡി. കീഴ്പ്പെടുത്താൻ. ഉത്തരം ഡി. കീഴ്പ്പെടുത്താൻ. ചോദ്യം 34. 2 പേരാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? എ. കീഴടങ്ങാൻ, ബി. ചെറുക്കാൻ, സി. ഭരിക്കാൻ, ഡി. ഓടിപ്പോകാൻ. ഉത്തരം ബി. ചെറുക്കാൻ. ചോദ്യം 35. എന്താണ് വേഗം പൊട്ടുകയില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? എ. മുപ്പിരിച്ചരട്, ബി. സത്യം, സി. ഉറച്ച മനസ്സ്, ഡി. നല്ല ബന്ധം. ഉത്തരം എ. മുപ്പിരിച്ചരട്. ചോദ്യം 36. ഉപദേശം നിരസിക്കുന്ന വൃദ്ധനായ രാജാവിനേക്കാൾ ഭേദം ആര്? എ. ധനികനായ മന്ത്രി, ബി. മറ്റൊരു രാജാവ്, സി. വലിയ സൈനികൻ, ഡി. നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. ഉത്തരം ഡി. നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. ചോദ്യം 37. നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ് ആരെക്കാൾ ഭേദമെന്നാണ് പറയുന്നത്? എ. പണിക്കാരനേക്കാൾ, ബി. വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ, സി. മഠിയനേക്കാൾ, ഡി. ആരെക്കാളും. ഉത്തരം ബി. വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ. ചോദ്യം 38. ഒരാൾക്ക് എവിടെ നിന്ന് സിംഹാസനത്തിൽ എത്താൻ കഴിഞ്ഞേക്കാം? എ. കാരാഗൃഹത്തിൽ നിന്ന്, ബി. കൊട്ടാരത്തിൽ നിന്ന്, സി. വിദേശത്ത് നിന്ന്, ഡി. യുദ്ധഭൂമിയിൽ നിന്ന്. ഉത്തരം എ. കാരാഗൃഹത്തിൽ നിന്ന്. ചോദ്യം 39. സിംഹാസനത്തിൽ എത്തുന്നവൻ തൻ്റെ രാജ്യത്ത് എങ്ങനെ ജീവിച്ചവനാകാം? എ. രാജകുമാരനായി, ബി. സൈനികനായി, സി. അടിമയായി, ഡി. ദരിദ്രനായി. ഉത്തരം ഡി. ദരിദ്രനായി. ചോദ്യം 40. ആ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന യുവാവിനെയും എന്തിന് കീഴിലുള്ള എല്ലാ ജീവികളെയും സഭാപ്രസംഗകൻ കണ്ടു? എ. സൂര്യന്, ബി. ആകാശത്തിന്, സി. ലോകത്തിന്, ഡി. സിംഹാസനത്തിന്. ഉത്തരം എ. സൂര്യന്. ചോദ്യം 41. സൂര്യന് കീഴിലുള്ള എന്തിനെയാണ് സഭാപ്രസംഗകൻ കണ്ടത്? എ. മരങ്ങളെ, ബി. നഗരങ്ങളെ, സി. സമ്പത്തിനെ, ഡി. എല്ലാ ജീവികളെയും. ഉത്തരം ഡി. എല്ലാ ജീവികളെയും. ചോദ്യം 42. അവൻ്റെ പ്രജകൾക്ക് എന്തില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ. എണ്ണമില്ല, ബി. ശക്തിയില്ല, സി. സന്തോഷമില്ല, ഡി. രാജാവില്ല. ഉത്തരം എ. എണ്ണമില്ല. ചോദ്യം 43. പിന്നീട് വരുന്നവർക്ക് ആരിൽ പ്രീതി തോന്നുകയില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ. ജ്ഞാനിയായ രാജാവിൽ,
ബി സമ്പന്നനായ വ്യാപാരിയിൽ, സി പിന്നീട് ഉയർന്ന രാജാവിൽ, ഡി മുമ്പുണ്ടായിരുന്ന അധിപനിൽ. ഉത്തരം ഡി മുമ്പുണ്ടായിരുന്ന അധിപനിൽ. ചോദ്യം 44. പിന്നീട് വരുന്നവർക്ക് പ്രീതി തോന്നില്ല എന്ന് പറഞ്ഞ ശേഷം സഭാപ്രസംഗകൻ പറയുന്നത് എന്ത്? എ ഇതും വിദ്യയും പാഴ്വേലയുമാണ്, ബി ഇത് നല്ലതാണ്, സി ലോകം അവസാനിക്കുന്നു, ഡി രാജാവ് മരിക്കുന്നു. ഉത്തരം എ ഇതും മിഥ്യയും പാഴ്വേലയുമാണ്. ചോദ്യം 45. സഭാപ്രസംഗകൻ 4:3 സമാനമായി ജനിക്കാതിരിക്കുന്നതാണ് ഭേദം എന്ന് പറഞ്ഞ പഴയ നിയമത്തിലെ വ്യക്തികൾ ആരെല്ലാം? എ മോശ, ബി യാക്കോബ്, സി പത്രോസ്, ഡി ജോബും ജെറമിയായും. ഉത്തരം ഡി ജോബും ജെറമിയായും. ചോദ്യം 46. എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്ന് ചോദിച്ച പ്രവാചകൻ ആര്? എ ജെറമിയ, ബി ഏസാവ്, സി എസക്കിയേൽ, ഡി ഏശയ്യ. ഉത്തരം എ ജെറമിയ. ചോദ്യം 47. കൂട്ടായ അധ്വാനം ഒറ്റയ്ക്കുള്ളതിനേക്കാൾ ഉത്തമം എന്ന തത്വം യേശു എങ്ങനെ പ്രായോഗികമാക്കി? എ പ്രാർത്ഥനയിലൂടെ, ബി രാജാവിനെ കണ്ടു, സി മരുഭൂമിയിൽ പോയി, ഡി ശിഷ്യന്മാരെ 2 പേരായി അയച്ചു. ഉത്തരം ഡി ശിഷ്യന്മാരെ 2 പേരായി അയച്ചു. ചോദ്യം 48. മുപ്പിരിച്ചരട് എന്തിൻ്റെ പ്രതീകമാണ്? എ ഐക്യം, ബി ഐശ്വര്യം, സി അധികാരം, ഡി സ്വാതന്ത്ര്യം. ഉത്തരം എ ഐക്യം. ചോദ്യം 49. ഒരു പിടി സ്വസ്ഥത എന്തിനെ സൂചിപ്പിക്കുന്നു? എ ഉറക്കം, ബി മരണം, സി ഭക്ഷണം, ഡി സംതൃപ്തമായ ലളിത ജീവിതം. ഉത്തരം ഡി സംതൃപ്തമായ ലളിത ജീവിതം. ചോദ്യം 50. സഭാപ്രസംഗകൻ 4-ാം അധ്യായത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് എന്താണ്? എ കൃഷിരീതികൾ, ബി ലോകത്തിലെ മർദ്ദനങ്ങളും ഏകാന്തതയും വ്യർത്ഥതയും, സി ആരാധനക്രമങ്ങൾ, ഡി ചരിത്ര സംഭവങ്ങൾ. ഉത്തരം ബി ലോകത്തിലെ മർദ്ദനങ്ങളും ഏകാന്തതയും വ്യർത്ഥതയും. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.